തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒന്ന് അരുൺ ഭായി ഒന്ന് സെൽഫ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ നമ്മളെ ഓഡിയൻസിന് വേണ്ടി. എൻ്റെ പേര് അരുൺ. ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാണ്. ഒരു 3 കൊല്ലമായിട്ട് ട്രേഡിംഗ് ആക്റ്റീവ് ട്രേഡിംഗ് അല്ല, ഞാൻ ഒരു പെട്രോളിയം എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ് ഇവിടുത്തെ ഒരു ഗവൺമെന്റ് കമ്പനിയിൽ. സോ അതിന്റെ കൂടെ ലേണിങ്ങിനും അതുപോലെ തന്നെ പഠിക്കാനും അതുപോലെ ട്രേഡിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അനീഷ് കൂടെ ജോയിൻ ചെയ്തത്. ആക്ച്വലി നമ്മളിപ്പോ 2 മാസം ആവുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ നമ്മളെ പ്രോഗ്രാമിലേക്ക് വരുമ്പോ അന്ന് നമ്മള് നമ്മുടെ എന്തൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ്മെന്റ്, സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെന്റ് എന്നുള്ളത് അന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്തിരുന്നു. അപ്പൊ ആ കാര്യങ്ങള് മേജർ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്തിട്ട് പറയാൻ പറ്റുമോ? മേജർ സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെന്റ് എന്തൊക്കെയായിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത് പ്രോഗ്രാമിൽ നിന്ന്? ബേസിക്കലി ഞാൻ തുടങ്ങുമ്പോഴത്തേക്കും എനിക്ക് ഒരു സ്റ്റിക്ക് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് സ്ട്രാറ്റജി ആണെങ്കിലും നമ്മൾ 2-3 പ്രാവശ്യം നമ്മൾ ആ സ്ട്രാറ്റജി ഫെയിൽ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത സ്ട്രാറ്റജി നോക്കി പോകില്ല. അപ്പം ഒരു മൈൻഡ് സെറ്റ് ക്ലിയർ അല്ലായിരുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്ലോട്ടിംഗ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് തന്നെ വല്ലാതെ ഇത് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ഏത് സ്ട്രാറ്റജി ചെയ്താലും നമുക്കൊരു 100% സക്സസ്ഫുൾ റേറ്റ് ഇല്ലെന്നുള്ള ഒരു അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് ചെയ്യുമ്പം ഇപ്പൊ 2-3 പ്രാവശ്യം ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്ട്രാറ്റജിയിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു ജനറലി ഉണ്ടായിരുന്നത്. അപ്പൊ അത് സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെന്നുള്ള ഒരു റിയലൈസേഷൻ എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കത്തില്ല, നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അത് അങ്ങനെ അങ്ങനെ ഫെയിൽ ആകാത്ത സ്ട്രാറ്റജീസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പരമാവധി കുറവുള്ള ഒരു മെത്തേഡ് തെരഞ്ഞു അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ പല സെഷനിലൂടെ കടന്നു പോയപ്പോൾ നമുക്ക് മനസ്സിലായി അങ്ങനെ ഒരു ഹോളി ഗ്രേൽ സ്ട്രാറ്റജി ഇതിനകത്തില്ല. അപ്പൊ ഉള്ള സ്ട്രാറ്റജി നമ്മൾ നമ്മുടെ മെത്തഡോളജിയും അതുപോലെ തന്നെ നമ്മുടെ പ്രൈസ്, നമ്മുടെ പൊസിഷൻ സൈസിങ്ങും റിസ്ക് റിവാർഡും എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ തന്നെ അതിനെ അങ്ങനെ ആക്കിയെടുക്കണം. അതാണ് അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഉള്ളതിനെ പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയത്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് ആണ് എനിക്ക് വേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ശരിക്കും ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പം അങ്ങനെയൊന്നും എനിക്ക് ഞാൻ കുറെ കോഴ്സസിനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഓൾറെഡി സാറിനോട് പറഞ്ഞ പോലെ. അപ്പൊ അതിനകത്തൊക്കെ തുടങ്ങുമ്പോൾ ഒരു ഇത് ഉണ്ട്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ വളരെ ഹാപ്പിയാണ് ആക്ച്വലി. കാരണം ഒരുപാട് കാര്യങ്ങൾ ട്രേഡിംഗ് പരമായിട്ട് മാത്രമല്ല, ഇപ്പം സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചിട്ടായാലും അതുപോലെ തന്നെ അതിന്റെ പവറിനെ കുറിച്ചിട്ടായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ നമുക്ക് അതിനകത്ത് നിന്ന് ഗെയിൻ ചെയ്യാനും പറ്റിയിട്ടുണ്ട് ആക്ച്വലി ട്രേഡിങ്ങിനെ കാലുപരി. അപ്പം എന്തുകൊണ്ടും ഞാൻ വളരെ 100% സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ എന്താണോ പ്രോഗ്രാം എന്ന് എക്സ്പെക്ട് ചെയ്ത് വന്നത് ആ കാര്യങ്ങളിൽ അതിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റി ഈ 2 മാസം കൊണ്ട് എന്നുള്ളത് തന്നെ അല്ലേ? അപ്പൊ അതിൽ സ്കോറിംഗ് ഇടുകയാണെങ്കിൽ 10 ഔട്ട് ഓഫ് എത്ര സ്കോറിംഗ് ഇടും? ഞാൻ 10 തന്നെ, ഒരു ഡൗട്ടും ഇല്ലാതെ 10 തന്നെ ഞാൻ ചെയ്യത്തുള്ളൂ. കാരണം ഞാൻ വിചാരിച്ചതിനേക്കാളും ഞാൻ പറഞ്ഞ പോലെ പല കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനകത്തൊന്നും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കുറച്ച് നാൾ കഴിയുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ പോയിരുന്നു. പക്ഷേ ഈ 2 മാസം അല്ലെങ്കിൽ 2 മാസം, എനിക്ക് 2 മാസത്തിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഇരുന്നത് ആക്ച്വലി. അപ്പം ആ 2 മാസം എന്ന് പറയുന്നത് എന്നെക്കാളും ആവേശത്തിലായിരുന്നു സാഗ ശരിക്കും ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം പല സമയത്ത് നമ്മൾ മടി പിടിക്കുമ്പോഴായാലും സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആയാലും ചെയ്യുമ്പം, പക്ഷെ ആ ഒരു സാറിന്റെ ഡിറ്റർമിനേഷൻ ശരിക്കും ഹാറ്റ്സ് ഓഫ് ആണ് ആക്ച്വലി. കാരണം ഒരാൾക്കും അത് വളരെ ഒരു അപ്രീഷിയേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആക്ച്വലി. അപ്പൊ അതിന് ഞാൻ എന്തായാലും 10 തന്നില്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു കുറ്റബോധം ഉണ്ടാവും ബേസിക്കലി. അതാണ് എന്റെ. നമ്മളൊരു അടുത്തൊരു ചോദ്യം വരുന്നത്, നമ്മളൊരു നിങ്ങളുടെ ആ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സൈക്കോളജി ഒക്കെ കറക്റ്റ് ചെയ്യാനുള്ള മെന്ററുടെ സ്കില്ലിനെ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങൾ അനലൈസ് ചെയ്യുന്നത്? ഇതിന് ഒരു പ്രോഗ്രാമിന്റെ സക്സസിന് മെന്ററുടെ ഏത് മേഖലയാണോ മേഖലയിലുള്ള ആളുടെ ഒരു പാഠവും കൂടെ പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പൊ അതിനെ നിങ്ങൾ സ്കില്ലിനെ നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടി ഉള്ള ഇതില്ല. കാരണം അത് വളരെ സ്കിൽഡ് ആണെന്നുള്ള കാര്യത്തിൽ ഡൗട്ടും വേണ്ട. പിന്നെ ആ ഒരു സൈഡിലേക്ക് പല കാര്യങ്ങളും നമ്മൾ തുടക്കത്തിൽ വിചാരിക്കും ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ഞാൻ തുടങ്ങിയപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ടെക്നിക്കലായിട്ട് സൈക്കോളജിയുടെ ഡെപ്തിലേക്ക് പോകുമ്പോഴായാലും നമുക്കത് എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ലേറ്റർ ഏതെങ്കിലും ഒരു പാർട്ടിനകത്ത് നമുക്ക് അതായിട്ട് കണക്ഷൻ വന്ന് അതായിട്ട് നമ്മൾക്ക് ഇൻഡയറക്ട്ലി നമ്മൾ കണക്റ്റഡ് ആകുന്നുണ്ട് അതിനകത്ത്. അപ്പൊ ആ ഒരു ലൂപ്പ് ശരിക്കും ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു 3 ഫേസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നെങ്കിൽ പോലും ആ 3 ഫേസ് ഇത്രയും വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് അത് ശരിക്കും നമുക്കൊരു മൊഡ്യൂളോ കാര്യങ്ങളോ ഒന്നും എവിടെയും അവൈലബിൾ അല്ല. ഇതൊരു ഫ്രം നോവർ ആണ് ഇങ്ങനത്തെ ഒരു കോഴ്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പം അതിനകത്ത് നോർമൽ സൈക്കോളജി പരമായിട്ടുള്ള ട്രേഡിങ്ങിനകത്തുള്ള ക്ലാസ്സസ് അല്ലാതെ അത് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ആ ലൂപ്പും ആ മൊഡ്യൂൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന എല്ലാം എക്സലന്റ് ആയിട്ട് തന്നെ. അപ്പം
ഒരു സ്കിൽ ഇല്ലാത്ത ഒരാൾക്ക് അങ്ങനെ ഒരിക്കലും നമുക്ക് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം അതിനകത്തൊന്നും ഒരു ഡൗട്ടും വേണ്ട. പിന്നെ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ മടി കൊണ്ടുള്ള കുറവാണ്, അല്ലെങ്കിൽ എന്റെ ബാക്കിൽ നിന്നുള്ള കുറവാണ്. നമ്മള് 3 ഫേസ് ആണെന്നുള്ളത് അരുൺ ഭായിനെ സൂചിപ്പിച്ചു. അപ്പൊ നമ്മൾ ആ 3 ഫേസിന്റെ ഒരു ഫേസ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു ഫേസ് സെലക്ട് ചെയ്യാൻ പറഞ്ഞാല് ഒരു അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ഫേസ് വണ്ണിലാണെന്നാണെങ്കിൽ എനിക്ക് ബാക്ക് ടെസ്റ്റിംഗ് ആ കൂട്ടത്തിൽ ആ 3 ഫേസിൽ നിന്നുള്ള മേജർ ടേക്ക് അവേസും കൂടെ ഒന്ന് പറഞ്ഞോളൂ. ആ 3 ഫേസിലും കൂടെ നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങളൊന്ന് ഓർത്തെടുത്ത് പറയുകയും ചെയ്തു. തീർച്ചയായും. അപ്പൊ ഫസ്റ്റ് ഫേസിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ടെസ്റ്റിംഗ് ചെയ്തപ്പം അതൊരു ശരിക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്കില്ലായിരുന്നു. കാരണം ഇത് 3 മാസ്റ്റർ ഡാറ്റ ബാക്ക് ടെസ്റ്റ് എടുക്കാന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പെട്ടെന്ന് നമ്മൾ ട്രേഡിങ്ങിനകത്ത് വരുന്നത് എല്ലാവരും പൈസ ഉണ്ടാക്കാന്നുള്ള കൺസെപ്റ്റിനകത്താണ് വരുന്നത്. അപ്പം പക്ഷെ എനിക്ക് എന്റെ ഇതിനകത്ത് ഞാൻ ഈ ഒരു പ്രോഗ്രാം എടുത്തപ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് സെറ്റ് കുറച്ചൊക്കെ മാറി, പൈസ എന്നുള്ളതിനേക്കാൾ ഉപരി ലേണിംഗ് കർവ് ഡെവലപ്പ് ചെയ്യാന്നുള്ള ഇതിനകത്താണ് നമ്മൾ വന്നത് ഇവിടെ. അപ്പൊ അതുകൊണ്ട് എനിക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അപ്പൊ ഞാൻ ഇരുന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് അത് ആ ഒരു ഫേസ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നെങ്കിലും അതിന്റെ ഔട്ട്പുട്ട് ഭയങ്കര ഇതായിരുന്നു. കാരണം അത് നമ്മളെ തന്നെ റിയലൈസ് ചെയ്തു. കാരണം ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പൊ ഞാൻ വർക്ക്ഔട്ട് ചെയ്ത സ്ട്രാറ്റജി 50% 55% ഉണ്ടായിരുന്നുള്ളൂ സക്സസ് റേറ്റ്. അപ്പൊ ആ സക്സസ് റേറ്റിനകത്ത് തന്നെ ആ ലൂസിംഗ് സ്ട്രീക്കിന്റെ കൺസെപ്റ്റ് കൂടെ വന്നപ്പോഴത്തേക്കാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ആ 50% ഈസ് മോർ ദാൻ ഇനഫ് ആണ്. അതിനകത്ത് തന്നെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്ത് നമ്മൾ ഈ റിസ്ക് റിവാർഡ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഒരു നല്ലൊരു പ്രോഫിറ്റ് പെർസെന്റേജ് നമുക്ക് ROI നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തത് നമ്മൾ ഫേസ് വണ്ണാത്താണ്. കാരണം ലൂസിംഗ് സ്ട്രീക്കിന്റെ കണക്ഷനും ഇതെല്ലാം കൂടെ വെച്ചിട്ട്. അപ്പൊ ഡെഫിനറ്റ്ലി അതൊരു കീ ടേക്ക് അവേ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ സാർ അത് കഴിഞ്ഞിട്ട് നമ്മളെ ആ സ്ട്രാറ്റജി പോളിഷ് ചെയ്യാൻ വേണ്ടി സാർ ഹെൽപ്പ് ചെയ്തതും ആ രീതിയിലേക്കുള്ള ഇതും വളരെ ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമായിരുന്നു ആക്ച്വലി. പിന്നെ സെക്കൻഡ് ഫേസിൽ പറയുവാണെങ്കിൽ ബിഹേവിയർ, അതായത് നമ്മുടെ ബിഹേവിയർ പാറ്റേൺ എങ്ങനെയാണ് നമുക്ക് അത് നമ്മൾ ഫസ്റ്റ് ഫേസിൽ തന്നെയാണ് ശരിക്കും അത് കൺസിഡർ ചെയ്യുന്നത്, ലൂസിംഗ് സ്ട്രീക്കിന്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ ഫൈനലൈസിംഗ് ദ സ്ട്രാറ്റജി ആയിരുന്നു രണ്ടാമത്തെ ഫേസിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ പല ക്രൈറ്റീരിയസ് സെലക്ട് ചെയ്തു, നമ്മൾ അതിനകത്ത് ചെയ്തു, വീണ്ടും നമ്മൾ ബാക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ നമ്മൾ ഫൈനലൈസ് ചെയ്ത സ്ട്രാറ്റജി വളരെ 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 ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അതുപോലെ നമ്മൾ ആ ഈഗോ സ്റ്റേറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത ആ സമയത്തായിരുന്നു. അപ്പൊ നമ്മൾ ആ ഈഗോ സ്റ്റേറ്റ്സിനകത്ത് കൂടെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് നമ്മൾ ഡിഫ്ലക്ട് ചെയ്യുന്നതും ഡീവിയേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി നമുക്ക് ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ആവശ്യം ഉണ്ടാകത്തില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഇതിനകത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ അപ്പൊ ഒരു സ്റ്റേജിൽ ചിലപ്പോൾ നമ്മുടെ അഡൽട്ട് അല്ലാത്ത ചൈൽഡ് ബിഹേവിയർ ആയിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഒരു സമയത്ത് പാരന്റ് ബിഹേവിയർ ആയിരിക്കും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അത് നമുക്ക് ലിറ്ററലി നമുക്ക് അത് കോഴ്സ് അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളത് എങ്ങനെയാണ് ഇതിന്റെ ഇതൊക്കെ കണക്ട് ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ സെക്കൻഡ് ഇതും നമുക്ക് വളരെ ഇതായിരുന്നു. അതുപോലെ തേർഡ് സ്റ്റേജിനകത്താണെങ്കിലും അതുപോലെ ഗാംബ്ലിങ്ങിന്റെ, അതായത് നമ്മൾ പണ്ട് നമ്മൾ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓപ്ഷൻസിനകത്തൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു ട്രേഡ് ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പയറി ഡേ പോയിട്ട് നമുക്ക് ഏറ്റവും ചീപ്പ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പോയി മേടിച്ചിടും. എന്നിട്ട് നമ്മൾ വിട്ടു കളഞ്ഞേക്കും. അത് 3-4 ടൈംസ് ആകുന്ന പറഞ്ഞിട്ട്. പക്ഷെ അപ്പൊ അതൊക്കെ ഒരു ഗാംബ്ലിങ്ങിന്റെ ഒരു ഫുൾ, അതായത് നമ്മൾക്ക് ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത അതെല്ലാം പ്ലാൻ ചെയ്ത് നമ്മൾ മാറി ചിന്തിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മനസ്സിലാകുന്നത്. ഇതിനകത്തൊന്നും അർത്ഥമില്ല. ഈ ഗാംബിൾ ചെയ്ത് നമ്മൾ 1-2 പ്രാവശ്യം സക്സസ്ഫുൾ ആകുമായിരിക്കും, പക്ഷെ അതൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിരിക്കും അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് തേർഡ് സ്റ്റേജിനകത്ത് എനിക്ക് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റ്, എങ്ങനെയാണ് സ്ട്രെസ് നമ്മൾ മാനേജ് ചെയ്യുക. കാരണം ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും പല തരത്തിലുള്ള സ്ട്രെസ് വരാൻ ഇതുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ട രീതികളും, അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സെഷൻ എന്ന് പറയുന്നത് ടെക്നിക്കൽ എക്സ്പ്ലനേഷൻ. അതായത് ടെക്നിക്കൽസ് എങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് 4 സ്റ്റേജസ് ഓഫ് മാർക്കറ്റിനകത്ത് എങ്ങനെയാണ് സ്മാർട്ട് മണി ഇത് ഡിപ്ലോയ് ചെയ്യുന്നത്, എൻട്രി ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റുക, എങ്ങനെയാണ് സാധാരണ റീറ്റെയിലേഴ്സിന്റെ കൂടെ അല്ലാതെ സ്മാർട്ട് മണിയുടെ കൂടെ നമുക്ക് എങ്ങനെയാണ് എൻട്രി എടുക്കാൻ പറ്റുക. അപ്പൊ ആ സ്റ്റേജസ് എങ്ങനെയാണ് നമ്മൾ അക്യുമുലേഷൻ ആയാലും ഡിസ്ട്രിബ്യൂഷൻ ആയാലും എങ്ങനെയാണ് അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുക, അതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു ടേക്ക് അവേ ആണ് ഇതിനകത്ത്. അപ്പൊ ഓവറോൾ ഞാൻ പല രീതിയിലും പല ഇൻടേക്സ് നമുക്ക് അതിനകത്ത് കിട്ടിയെന്നുള്ളത്. അതെ. ഇതൊരു തിയറി ബേസ്ഡ് പ്രോഗ്രാം ആണോ പ്രാക്ടിക്കൽ ബേസ്ഡ് പ്രോഗ്രാം ആണോ എന്നുള്ളതിന് എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? ഇത് തിയറി കം പ്രാക്ടിക്കൽ ബേസ്ഡ് പ്രോഗ്രാം എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം സാറ് എല്ലാ പ്രാവശ്യവും തിയറി പറയുമ്പോൾ പോലും എപ്പോഴും എൻഷുവർ ചെയ്യാറുണ്ട് പിറ്റേ ദിവസം വന്ന് നമ്മൾ തലേ ദിവസം എടുത്ത ട്രേഡ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ട്രേഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കാം. ചില ദിവസങ്ങൾ നമ്മൾ മടിയായിട്ട്
ട്രേഡ് ഇന്ന് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും നമുക്ക് നാളെ സാറിനോട് പറയണമല്ലോ ആ ഒരു എങ്ങനെയാണ് നമ്മൾ ഈ ട്രേഡ് എടുത്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ എക്സിറ്റ് എടുത്തതെന്നുള്ള ആ ഒരു ഇത് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമുക്ക് അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി നമുക്ക് ഒരു പ്രഷർ നമുക്ക് തരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് പ്രാക്ടിക്കലി ട്രേഡ് ആയിട്ട് തിയറി ആയിട്ടാണ് ഞാനത് ക്ലാസിഫൈ ചെയ്യുന്നത്. അനലൈസ് ചെയ്യുന്നത്. ലൈഫിലെ മറ്റേതെങ്കിലും ഏരിയയിൽ ഇതിന്റെ എന്തെങ്കിലും സ്വാധീനം ഉണ്ടായിരുന്നോ? നമ്മളെ ഡിസ്കസ് ജനറലി മറ്റു ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനറലി ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ നമ്മളെ വളരെയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പല പല ബുക്സ് വായിക്കുമ്പോഴായാലും, അതായത് ഇപ്പം ആൽക്കെമിസ്റ്റ് വായിക്കുമ്പോഴായാലും അതായത് നമ്മൾ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വിചാരിക്കുന്നു, അത് നമ്മുടെ ലോകം മുഴുവൻ അതിനു വേണ്ടി നമ്മളെ ഡ്രൈവ് ചെയ്യുന്നു പറയുന്ന ആ ഒരു കൺസെപ്റ്റ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു പവർ ആണെന്നും അത് എങ്ങനെയാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതെന്നും. അപ്പം ഇത് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതിനകത്ത്. അതായത് നമ്മൾ ചുമ്മാ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന മോട്ടിവേഷൻ പോലെയല്ല, ശരിക്കും സബ് കോൺഷ്യസ് മൈൻഡിന് പവർ ഉണ്ടെന്ന് നമ്മൾ ആ ഒരു നമ്മുടെ എക്സസൈസിലൂടെ നമ്മൾ പ്രൂവ് ചെയ്യുകയും ചെയ്തു. കാരണം നമുക്ക് പല എക്സസൈസ് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇതിനകത്ത് ശരിക്കും ഒരു വലിയ റോള് നമുക്ക് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ പിന്നെ നമുക്ക് പല രീതിയിൽ നമ്മൾ എന്തെങ്കിലും വേണമെങ്കിലും നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ അത് നമ്മൾ തന്നെ ഇങ്ങനെ അത് ഡെവലപ്പ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. അപ്പൊ മറ്റു ആസ്പെക്റ്റിലും അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അല്ലേ? സബ് കോൺഷ്യസ്. അതെ അതെ അതെ. നമുക്ക് ജനറലി നമുക്കിപ്പോ ഒന്നും നോ എന്ന് പറയാനുള്ള ഇല്ല, എല്ലാത്തിനും നമുക്ക് പറ്റും. ജസ്റ്റ് നമ്മളൊരു കോൺഫിഡൻസ് നമുക്ക് എക്സ്ട്രാ തരുന്നുണ്ട് ആ ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടിയ പിന്നെ. ഇനി വർത്ത് ഫോർ മണി എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ സ്കോർ ചെയ്താൽ എങ്ങനെ സ്കോർ ചെയ്യും? ഞാനത് എത്രയാണ് 200% 10ല് എനിക്ക് വർക്ക് ഫോർ മണി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമായിട്ടും സാർ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, സാർ എടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും എടുക്കത്തില്ല. കാരണം അത്രയേറെ എഫേർട്ട് സാർ എടുക്കുന്നുണ്ട്. ഞാനത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണക്കാക്കുന്നത് ഇത് സാറിന് വാല്യൂ ഫോർ മണി ആണെന്നുള്ളതാണ്. നമ്മൾ വാല്യൂ ആ ടൈമിനും ഇതാണെന്നുള്ളതാണ് എന്റെ ഇത്. കാരണം സാറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്കറ്റിലെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഒരാഴ്ചയൊക്കെ നമ്മളൊരു ക്ലാസ് എടുക്കുന്നതിന് നമുക്ക് ചാർജ് ചെയ്യുന്നത് ഇതിന്റെ ഡബിൾ ആണ് ബേസിക്കലി. ഞാൻ പല ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ സാഗ് എടുക്കുന്ന എഫേർട്ടും സാഗ് കൊടുക്കുന്ന ടൈമും അതിനുള്ള എഫേർട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 200% വാല്യൂ ഫോർ മണിയാന്ന് ഞാൻ പറയത്തുള്ളൂ. ഇത് ശരിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അല്ലെങ്കിൽ നമുക്കൊരു മൈൻഡ് സെറ്റ് ഇതൊക്കെ ആയിട്ട് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ 100% ഞാൻ ഇതിനകത്ത് റെക്കമെൻഡ് ചെയ്യുന്ന ഞാൻ പറയും. ഇതിനെ ഒരു ബിസിനസ് ആയിട്ട് കാണുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ബിസിനസ് നമ്മൾ കൺസൾട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മളെല്ലാം ഇനി ഭാവിയിൽ വരാൻ സാധ്യതയുള്ള എല്ലാ അപകടങ്ങളും ഒക്കെ നമ്മളോട് ഡിസ്കസ് ചെയ്ത് അപ്പൊ ആ സമയത്ത് എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ളതിനൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ബീയിങ് എ കൺസൾട്ടന്റ്. നമ്മളൊരു ബിസിനസ് കോച്ചും കൂടെ ആയിരുന്നു ഞാൻ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ പരമാവധി പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും വർത്തായി എന്നുള്ളത് അറിയുമ്പോൾ ഒരു സംശയമുണ്ട് സാർ. അതിനകത്ത് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, ഇനി എനിക്ക് ഇതിനകത്തുള്ള ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിസ് ചെയ്യുന്നത് അത് എന്റെ ഫ്ലോ കൊണ്ടുള്ള ഇതാണ്. അപ്പൊ എനിക്ക് രണ്ടാമത് അതുകൊണ്ട് സാറിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് എനിക്കൊരു ഇത് വേണമെന്നുള്ള, കാരണം ഒന്ന് കണക്ട് ചെയ്യാനും, കാരണം ഇതൊരു ലൈഫ് ടൈം സ്കില്ലാണ് ബേസിക്കലി. അപ്പൊ അത് എനിക്ക് അതങ്ങനെ കളയാൻ താല്പര്യമില്ല. അപ്പൊ അത് എന്റെ ഇതിനകത്ത് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം എന്ന് പറയുന്നത് ബേസിക്കലി. നമുക്ക് ഗ്രൂപ്പിലൊക്കെ കണക്ട് ആവാം. ഇപ്പൊ ഡിസ്കോഡിലെ മെന്റീസിന് മാത്രമുള്ള ഗ്രൂപ്പിലൂടെ നമുക്ക് കണക്ട് ആവാൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പിന്നെ റിവ്യൂ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.